അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള ഉസ്താദുമാരെ, നമ്മളെ മദ്രസ ക്ലാസ്സിൽ നമ്മളെ വിദ്യാർത്ഥികൾക്ക് ഉപകാരമായ ഒരു ആപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ പേരാണ് മദ്രസ ടൈം എന്നാണ് അതിൻ്റെ പേര്. മദ്രസ ടൈം. നേരെ പ്ലേ സ്റ്റോറിൽ പോവുക, മദ്രസ ടൈം എന്നടിക്കുക. മദ്രസ ടൈം എന്നടിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാൽ അറിയാത്തവരും ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത്. മദ്രസ ടൈം നടിച്ചു കൊടുക്കുക. മദ്രസ ടൈം നടിച്ചു കഴിഞ്ഞാൽ നമുക്കിതാ ഇങ്ങനെ ഒരു ആപ്പ് വരും. ഇത് നേരെ ഓപ്പൺ ചെയ്യുക. നേരെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് വേണ്ട ക്ലാസ് സെലക്ട് ചെയ്യുക. ഒരു ഉസ്താദ് 6ാം ക്ലാസ്സിൻ്റെ ലിസാൻ്റെ PDF ചോദിച്ചിരുന്നു. അപ്പോൾ 6ാം ക്ലാസ് നമുക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ അറബി മലയാളം ഗൈഡ് എന്ന് കാണാം. ഇവിടെ ഇതിൽ പോയാൽ ലിസാനുൽ ഖുർആൻ്റെ ഫുള്ളായിട്ടുള്ള PDF കിട്ടും. ഷെയർ പ്രിൻ്റ് എന്നതിൽ പോയാൽ നമുക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാനും പ്രിൻ്റ് എടുക്കാനൊക്കെ കഴിയും. ഓപ്പൺ നോ എന്ന് പറഞ്ഞാൽ തൽക്കാലം ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പോൾ അങ്ങനെ അടിച്ചാൽ ഇതാ ഫുള്ള് എല്ലാ പാഠത്തിൻ്റെയും പിന്നെ കാര്യങ്ങൾ ഇതാ ഇതിൽ വരും. എല്ലാം 1 മുതൽ അവസാനം വരെയുള്ള കംപ്ലീറ്റ് പാഠത്തിൻ്റെയും വരും. ഇനി അതല്ല, നമുക്ക് ഓരോ പാഠത്തിൻ്റെ വേണമെങ്കിൽ നേരെ പോയിട്ട് മദ്രസ ഗൈഡ് എന്നതിൽ പോകുക. ഈ മദ്രസ ഗൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലിസാനുൽ ഖുർആൻ എടുക്കുക. ഏത് പാഠാച്ചാൽ പാഠം സെലക്ട് ചെയ്യാൻ കഴിയും. എന്നിട്ട് ഇതേമാതിരി നേരത്തെ പറഞ്ഞ മാതിരി ഓപ്പൺ നോ എന്ന് അടിച്ചാൽ തൽക്കാലം ഓപ്പൺ ചെയ്യുക. ഇനി ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കാർക്കെങ്കിലും ക്ലാസ്സിലേക്കോ ക്ലാസ് ഗ്രൂപ്പിലേക്കോ ഒക്കെ എന്ത് ചെയ്യുക, അങ്ങനെ വാട്സപ്പിൽ പോയിട്ട് ഏത് ക്ലാസ്സൊക്കെ വെച്ചാൽ അയക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ എല്ലാ ക്ലാസ്സിൻ്റെയും ഉണ്ട് കേട്ടോ. എല്ലാ ക്ലാസ്സിൻ്റെയും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ അങ്ങനെ പോയാൽ 1 മുതൽക്ക് +2 വരെയുള്ള ക്ലാസ്സിൻ്റെ ഉണ്ട്. ഏറ്റവും +2 ആണ്. +2 പോയാലും ഇതേമാതിരി മദ്രസ ഗൈഡ് തഫ്സീർ സൂറത്ത് 2ാമത്തെ പാഠം ഓപ്പൺ നോ എന്നടിച്ചു കഴിഞ്ഞാൽ ഇതാ പദാനുപദം അർത്ഥങ്ങളായിട്ട് എന്ത് സുഖമല്ലേ ക്ലാസ് എടുത്ത് കൊടുക്കാൻ. സോ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ കുട്ടികളുടെ മുമ്പിൽ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ ഈ മൊബൈലിൽ ഇങ്ങനെ നോക്കിങ്ങാണ്ട് ക്ലാസ് എടുത്ത് കൊടുക്കരുത്. അതൊരു ഹുർമത്ത് കിട്ടൂല. കുട്ടികൾക്ക് ചിലപ്പോൾ നമ്മൾ എന്താണ് നോക്കുന്ന കാര്യങ്ങൾ ഓൽക്കത് മനസ്സിലായിട്ടില്ല, അതിനെ തെറ്റായി ധരിക്കപ്പെടും. കാരണം ഉസ്താദ് മൊബൈലിൽ നോക്കിയിട്ടാണ് പാഠം എടുത്തതെന്നൊക്കെ ചിലപ്പോൾ കുട്ടികൾ പെരയിലൊക്കെ പോയിട്ട് പറയാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും മൊബൈലിൽ ഇങ്ങനെ നോക്കിങ്ങാണ്ട് എന്ത് ചെയ്യരുത്, ക്ലാസ് എടുത്ത് നോക്കിയത്. നമുക്ക് സംശയമുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് ആ പാഠപുസ്തകം തന്നെ നോക്കിങ്ങാണ്ട് എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ മൊബൈൽ ഫോൺ ഇങ്ങനെ നോക്കിങ്ങാണ്ട് എന്ത് ചെയ്യരുത്, ക്ലാസ് എടുത്ത് കൊടുക്കരുത്. പല ആളുകളും അങ്ങനെ ക്ലാസ് എടുത്ത് കൊടുക്കാനായിട്ട് എൻ്റെ ശ്രദ്ധയിൽ ഞാൻ പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയുന്നത്. അപ്പം ഇതൊക്കെ പരിചയപ്പെടുത്തി എന്നുള്ള നിലയ്ക്ക് ഇനി മൊബൈലിൽ നോക്കിങ്ങാണ്ട് ഇങ്ങനെ വായിച്ചു കൊടുക്കണ്ട. അതിലുള്ള സംശയമുള്ളത് നോക്കുക, പുസ്തകത്തിൽ നോക്കിങ്ങാണ്ട് തന്നെ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അസ്സലാമു അലൈക്കും.